ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മൈ ട്രിക്സ് ആൻഡ് ടിപ്സ്. ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഇഷ്ട ഭക്ഷണമായ കപ്പ പുഴുക്കും ഒരു നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള മീൻകറി ആയിട്ടാണ്. അയിലക്കറിയാണ്. പെട്ടെന്ന് തന്നെ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ കുറച്ച് അയില മീനാണ് എടുത്തിട്ടുള്ളത്. ഇത് കഷ്ണങ്ങളൊന്നും ആക്കുന്നില്ല. പിന്നെ ഒരു 4-5 തക്കാളി എടുത്തിട്ടുണ്ട്. കുറച്ച് വലുപ്പമുള്ള തക്കാളി തന്നെയാണ് ഒരു 4 എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 10ഓളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 25 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. മീൻ ഞാൻ കഷ്ണങ്ങളാക്കുന്നില്ല, കാരണം ഇതേ രീതിയിൽ തന്നെ അങ്ങ് പാകം ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലായിടത്തും മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും വരകളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൺചട്ടിയിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. മൺചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാലേ നമുക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് 1 ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ മീൻകറിയുടെ 2-3 റെസിപ്പീസ് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഞാൻ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരുപാട് പേസ്റ്റ് ആക്കിയിട്ടോ അങ്ങനെയൊന്നുമല്ല. വെളുത്തുള്ളിയെല്ലാം ഇതുപോലെ 2 പീസാക്കിയിട്ട് അങ്ങനെ അങ്ങ് ചേർത്ത് കൊടുക്കുക. അതായത് നിങ്ങൾ ചതച്ചാണ് ചേർക്കുന്നതെങ്കിൽ ഒരുപാട് ചതക്കരുത്, ജസ്റ്റ് ഒന്ന് ചതഞ്ഞ് വരെ ചെയ്യാവുള്ളൂ. ഇനി നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാൻ വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. കാരണം പെട്ടെന്ന് പാകം ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അതിൻ്റെ തൊലി റിമൂവ് ചെയ്ത് കളയാനും നമുക്ക് നല്ല എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലോട്ട് പച്ച ഉലുവ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എണ്ണയിലോട്ടല്ല ചേർത്ത് കൊടുക്കേണ്ടത്, ഇങ്ങനെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഞാനിവിടെ ഒരു 5 കുരുവിൻ്റെ പുളി എടുത്തിട്ടുണ്ട്. വാളം പുളിയാണ്, നാടൻ പുളിയാണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ ഇങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുരു കളഞ്ഞിട്ട് വേണേൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക, നിങ്ങൾക്ക് പുളി വെള്ളം വേണേൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. പക്ഷേ ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടായ പുളി ആയതുകൊണ്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് മൂടി വെക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ഇതെടുത്തിട്ട് ഒന്ന് തുറന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ കേട്ടോ. ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യരുത്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മുളക് പൊടിയല്ല, കാരണം ഒരുപാട് എരിവ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതിലെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. ഇത് വറുത്ത് പൊടിച്ച് വെച്ച പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഈ മീൻകറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ പെരിഞ്ജീരകമാണ് കേട്ടോ. പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇത് നല്ലപോലെ ഇതിൽ മിക്സ് ആക്കി എടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ചെയ്തെടുക്കണം, കാരണം മസാല കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇത് മൂടി വെക്കുന്ന സമയത്ത് നിങ്ങൾ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഇതിൽ നല്ലോണം വെന്ത് റെഡിയായി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ മീൻകറി ഉണ്ടാക്കുമ്പോൾ തക്കാളി നല്ലപോലെ വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാതെ നമ്മൾ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ തക്കാളി പിന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വെന്ത് കിട്ടില്ല, നല്ല പേസ്റ്റായി കിട്ടണം ഇങ്ങനെ തന്നെ. അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്, നിങ്ങൾക്ക് എത്രത്തോളം മീൻ എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് അത് മുങ്ങി നിൽക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ഞാൻ പറഞ്ഞല്ലോ 7 വലിയ ഒരു കുഴപ്പമില്ലാത്ത വലുപ്പത്തിലുള്ള മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളത്തിൻ്റെ കണക്ക് അതുകൊണ്ട് തന്നെ പ്രത്യേകം എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ മൂടി എടുത്ത് മാറ്റാണ്. ഇനി നമുക്ക് ഇതിലേക്ക് മീൻ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. കാരണം നല്ല വെട്ടി തിളച്ചിട്ട് മാത്രമേ നമ്മൾ ഇത് മീൻ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എല്ലാ മീനും ഇട്ടതിന് ശേഷം നമ്മൾ തവിയൊന്നും വെച്ചിട്ട് ഇളക്കാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ചട്ടി തന്നെ എടുത്തിട്ട് ഒന്ന് എല്ലായിടത്തും ആക്കുകയോ ചെയ്യാവുള്ളൂ. മീൻ ഉടഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് അങ്ങനെ തന്നെ പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുക്കി കൊടുക്കുക. കണ്ടില്ലേ, അധികം ഇളക്കാനൊന്നും പോകരുത്. അതായത് ഈ മീനൊന്ന് ഇതിൽ മുങ്ങി നിൽക്കണം, അതാണ് ഈ വെള്ളത്തിൻ്റെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനി നല്ലപോലെ തിളച്ച് വരട്ടെ. ഇനി ഇതൊന്ന് മൂടി വെക്കണം. മൂടി വെക്കുന്ന സമയത്ത് നമ്മൾ ഫുള്ളായിട്ട് മൂടാൻ പാടില്ല. കണ്ടില്ലേ, ഇതുപോലെ ഒരു സൈഡിലേക്ക് വെച്ചിട്ടാണ് മൂടുന്നത്. കാരണം മഞ്ഞളിൻ്റെ ഭാഗമെല്ലാം നമ്മുടെ ഇല്ലെങ്കിൽ ആ മൂടിയിലേക്ക് നല്ലോണം തട്ടി
ആകെ നാശാവും. അതുകൊണ്ടാണ് ഇങ്ങനെ മൂടി വെക്കാൻ പറയുന്നത്. ഇനി നമ്മൾ ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഒരുപാട് അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, തവി ഇട്ടിട്ട് ഇളക്കാനേ പാടില്ല. ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇനി ഈ സമയത്ത് നമുക്ക് ഉപ്പെല്ലാം റെഡിയാണോ എന്നൊന്ന് നോക്കണം. പിന്നെ ഇത് നിങ്ങൾക്ക് എത്രത്തോളം ടൈറ്റിലാണ് കറി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. മീനൊന്ന് തിളയ്ക്കുമ്പോൾ ഈ വെള്ളം നല്ലപോലെ ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ മീൻ വെന്ത് കിട്ടും. അയിലെന്ന് പറയുമ്പോൾ അത്രയ്ക്കൊന്നും വേവുള്ളൊരു മീനൊന്നും അല്ലല്ലോ, ജസ്റ്റ് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്തിട്ട് അവിടെ അടച്ച് വെക്കാം. ഇനി നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് നോക്കാം. നമ്മുടെ നാടൻ കപ്പ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് തൊലി പൊളിച്ചെടുത്തിട്ട് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഈ ഒരു മീഡിയം സൈസിലാണ്. നാടൻ കപ്പ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ചെറുതാക്കിയിട്ടില്ല, കുറച്ച് നീളത്തിൽ തന്നെയാണ് മുറിച്ചിട്ടുള്ളത്. ഇതിലേക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളപ്പിച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ കൂടുതൽ പറയണ്ടല്ലോ. ഇതിപ്പോൾ തിളച്ച് വരുമ്പോഴത്തേക്കും തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇത് വെള്ളം ഊറ്റിയെടുക്കാം. നമ്മുടെ കപ്പ ഇവിടെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നാടൻ കപ്പ ആയതുകൊണ്ട് തന്നെ നല്ല ഉടഞ്ഞ് വെന്തിട്ടുണ്ട് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഇത് വറവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വറവിലാണ് ഇതിൻ്റെ പ്രത്യേകതകളൊക്കെ കിടക്കുന്നത്. ഒരു പഴമയുടെ സ്റ്റൈലിലാണ് ഇത് വറവിട്ടെടുക്കുന്നത്. പണ്ടുള്ള ആൾക്കാരൊക്കെ കൂടുതൽ കടുകുകളൊന്നും ഉപയോഗിച്ചിട്ടല്ല വറവ് ഇടുന്നത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം ചേർത്ത് കൊടുത്താണ്. പണ്ടുള്ള ആളുകളൊന്നും കൂടുതൽ കടുക് ചേർക്കാറില്ല കേട്ടോ. അപ്പോൾ ഈ കടുക് പൊട്ടി വരുന്ന സമയത്തിന് കടുക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. ഞാനിവിടെ ചേർക്കുന്നത് 1 ടീസ്പൂൺ അരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അരി നല്ലപോലെ മൊരിഞ്ഞ് വരണം. നല്ലപോലെ മൊരിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇങ്ങനെ കടിക്കുമ്പോൾ വല്ലാതെ പല്ല് തട്ടും. അതുകൊണ്ട് ഇത് നല്ലപോലെ മൊരിഞ്ഞ് വരണം. ഈ അരി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഈ വറവിന്. അപ്പോൾ സാധാരണ നമ്മൾ കടുകും പച്ചമുളകും അങ്ങനെയൊക്കെയാണ് ഇടുന്നത് അല്ലേ. അപ്പോൾ ഞാനിവിടെ കുറച്ച് ചെറിയുള്ളിയും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയൊക്കെ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു അരി ഇടുമ്പോൾ അതിന് പ്രത്യേകമായിട്ടൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്നൊക്കെ നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ജസ്റ്റ് ഒന്ന് വാടി വരട്ടെ. അപ്പോൾ ഇതും കുറച്ചൊന്ന് നല്ലോണം തന്നെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നവരെ വറുത്തെടുക്കണം. അതിന് ശേഷം നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ഇതിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൽ വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകിന് പകരം വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഡിഫറൻറ്റ് ടേസ്റ്റായി മാറും. അപ്പോൾ നിങ്ങൾക്ക് ഏത് മുളകിൽ ചെയ്യുന്നതാണോ ഇഷ്ടം അതുപോലെ ചെയ്തെടുക്കുക. ഞാനിവിടെ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മുടെ എടുത്തു വെച്ചിട്ടുള്ള കപ്പ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കപ്പ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ കപ്പ പുഴുക്കും നല്ല അയിലക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. കാരണം ഇതിൻ്റെ വറവാണ് ഇതിൻ്റെ പ്രത്യേകത. അല്ലാതെ വേറെ കാര്യങ്ങളൊന്നും ഈ കപ്പയിൽ പ്രത്യേകിച്ചില്ല. പക്ഷേ ഇങ്ങനെ ഒരു വറവിടുമ്പോൾ ഇതിന് പ്രത്യേകമായിട്ടൊരു രുചിയുണ്ട്. ഇത് ചൂടോടുകൂടി അയലക്കറിയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അയലക്കറി ഞാൻ ഒരുപാട് ടൈറ്റ് ആക്കിയിട്ടല്ല എടുക്കുന്നത്. കാരണം കപ്പയുടെ കൂടി ആകുമ്പോൾ നമുക്ക് ലൂസായിട്ടുള്ളൊരു കറിയാണ് നന്നായിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത ഒരു നല്ല റെസിപ്പി ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.